നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജയരാമനങ്ങളുടെയും ദേവമ്മയുടെയും കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ അമ്മയാണ്. ജയരാമനങ്ങളിനെ ദേവമ്മയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു നിന്റെ അമ്മ. മീനാക്ഷി, മോളെന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചത് നന്ദിനമ്മയുടെ ജീവിതം തകർത്ത എന്റെ അമ്മയെക്കുറിച്ച്. അച്ഛനും അതിന് കൂട്ടുനിന്നു. എന്നാലും ഒന്നാം പ്രതി എന്റെ അമ്മ മാധുരി തന്നെ. മാധുരിയുടെ എനിക്കിപ്പോ വെറുപ്പാ. മോളെ, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യരെല്ലാവരും കുറ്റവും കുറവൊക്കെ ഉള്ളവർ തന്നെയാ. ആരും മുഴുവനായി നല്ലവരല്ല. നോക്ക്, എന്റെ മോൾ ഒരിക്കലും അമ്മയെ വെറുക്കരുത്. പെറ്റമ്മയെ വെറുക്കുന്നവരെ ദൈവം വരെ വെറുക്കും. എന്തായാലും നിന്നെ പോലൊരു നല്ല മകളെ പ്രസവിച്ചവളല്ലേ മാധുരി. അവൾക്ക് എന്തായാലും ഒരു പുണ്യമില്ലാതെ ഇങ്ങനെ സംഭവിക്കോ? എനിക്ക് ഇങ്ങനൊരു മകളെ തന്നിട്ട് പോയ മാധുരിയെ എനിക്ക് മറക്കാൻ പറ്റുമോ? അമ്മേ, പോട്ടെ. മുത്തശ്ശി പറഞ്ഞൊന്നും അമ്മ കാര്യാക്കണ്ട. മുത്തശ്ശി ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞായിരിക്കില്ല. നേരത്തെ താമസിച്ചതുപോലെ മീനാക്ഷി ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കട്ടെ. അമ്മ വീട്ടിലേക്ക് വാ. ഇല്ല മോനെ, അമ്മ വരില്ല. അമ്മ എന്നെ ദത്തെടുത്ത പോലെ ഇവളെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദത്തെടുത്തതാ. അമ്മേ, ഇവളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും വരില്ല. ഞാൻ ഈ മുറിയില് ഇവളോടൊപ്പം താമസിച്ചോളാം. മോൻ വിഷമിക്കണ്ട. അവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും നീയും എനിക്കും മോന. ഇപ്പതേ ദൈവം എനിക്കൊരു മോളെ കൂടി തന്നിരിക്കുന്നു. മക്കളില്ലാത്ത എനിക്ക് 2 മക്കൾ. ഒരു പൂവ് ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്ന ദൈവം എത്ര വലിയവനല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.